നാളെ വിഷു ആയതുകൊണ്ട് വീടൊക്കെ വൃത്തിയാക്കിയിരിക്കണം. അപ്പം അമ്മ പറഞ്ഞ് ഇന്നെല്ലാം വൃത്തിയാക്കി വെച്ചേക്കണമെന്ന്. രാവിലെ എഴുന്നേറ്റപ്പോൾ അച്ചു തുടച്ചൊക്കെ വെച്ച്. അപ്പം ജനാലയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം. അത്രയ്ക്ക് വലിയ പൊടിയൊന്നുമില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കുക. പിന്നെ എൻ്റെ റൂം ഒന്നും കൂടി വൃത്തിയാക്കി ഇടുക. ബെഡ്ഷീറ്റൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് നമുക്കിടാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പണി തുടങ്ങി. പയ്യെ ചെയ്തതൊന്നും തീരത്തില്ലെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ തീർത്തെടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് പാട്ടും കേട്ടുകൊണ്ട് ഈ നിപ്പ്. കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഞാൻ മടുത്ത്, അത് സത്യം. പിന്നെ റൂമിലോട്ട് കയറി. അവരുടെയൊക്കെ റൂം നല്ല വൃത്തിയാക്കി കിടക്കുന്നുണ്ട്. ഇനി എൻ്റെ റൂം മാത്രം വൃത്തിയാക്കാനുള്ളത് കൊണ്ട് തന്നെ പയ്യെ എൻ്റെ റൂമിലോട്ട് കയറി. കുറച്ച് സമയം എടുത്താലും എൻ്റെ ജനലൊക്കെ ആണെങ്കിൽ ഞാൻ തൂത്ത് വൃത്തിയാക്കി എടുത്ത് പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച്. ഈ ബെഡ്ഷീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല പതുപതുത്ത ബെഡ്ഷീറ്റാണ്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് പിന്നെ അവിടെ തൂത്ത് വൃത്തിയാക്കാൻ തുടങ്ങി. ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി കഴിഞ്ഞാണ് തൂക്കാൻ തുടങ്ങിയത്. അല്ലാതെ തൂത്ത് വാരിക്കഴിഞ്ഞ് ബെഡ്ഷീറ്റ് മാറ്റാനുള്ള കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയി. എന്നാലും കുഴപ്പമില്ല, വൃത്തിയാക്കി ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ തൂത്ത് അവിടെയൊക്കെ ഒതുക്കി വൃത്തിയാക്കി എടുത്ത് അങ്ങനെ എൻ്റെ പരിപാടി അങ്ങനെ തീർന്നു. നോക്കിക്കോ, എൻ്റെ റൂം അടിപൊളിയായിട്ട് ഇപ്പം കിടപ്പുണ്ടാവും. എൻ്റെ ചെറിയ റൂം ടൂർ ഞങ്ങൾക്കിപ്പം കാണിച്ചു തരാം കേട്ടോ. ഒരു കട്ടിൽ, ഒരു ഫാന്, ഒരു മേശ, ഇത്രേ ഉള്ളൂ എൻ്റെ റൂമിൽ. സിമ്പിളാണ്. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ നാളെ കാണാം. ബൈ.